ആദ്യം ശ്രീ എം ജയചന്ദ്രൻ, ഈ കോടതിയുടെ ഉത്തരവ് വായിച്ചു നോക്കിയാൽ തന്ത്രിയുടെ വാദങ്ങൾ മുഴുവനും അംഗീകരിക്കുന്നതായി പോയി. രണ്ട് കേസിലും, ദ്വാരപാലക സ്വർണ്ണപ്പാളികളുടെ കേസിലും വാതിൽ പാളികളുടെ സ്വർണ്ണപ്പാളികളുടെ കേസിലും രണ്ടിലും തന്ത്രിക്ക് ഗൂഢാലോചനയിൽ പങ്കില്ല എന്ന വിലയിരുത്തലിലേക്കാണ് കോടതി വന്നിരിക്കുന്നത്. അതായത് SIT എന്തെല്ലാം കാര്യങ്ങൾ തന്ത്രിക്കെതിരെ കൊണ്ടുവന്നോ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറ്റകരമായ മൗനാനുവാദം നൽകി എന്നുള്ളതാണല്ലോ. ഇതൊന്നും പക്ഷേ തന്ത്രിക്കെതിരെയുള്ള തെളിവായിട്ട് കോടതി അംഗീകരിച്ചിട്ടില്ല. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? ഇതിപ്പോൾ CPMന്റെ ചില പ്രമുഖരെ രക്ഷിക്കുന്നതിന് വേണ്ടി തന്ത്രിയെ കരുവാക്കുകയായിരുന്നു എന്നുള്ള ആരോപണം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമാക്കിക്കൊള്ളൂ, അതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. തന്ത്രിയെ പോലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരാൾ ഇത്തരം ഒരു കേസിൽ ജാമ്യം നേടി പുറത്തു വരുമ്പോൾ അദ്ദേഹം കൂടുതൽ കുറ്റാരോപിതനാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാനേ എന്നെപ്പോലുള്ളവർക്ക് സാധിക്കൂ. ഞാൻ അങ്ങനെ തന്നെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പൊ ഇന്നലെ കിട്ടിയ ജാമ്യത്തിന്റെ ബെയിൽ ഓർഡർ പുറത്തു വരുമ്പോൾ അതിൽ വായിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തെ ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കുകയല്ലല്ലോ ചെയ്തത് മഞ്ജുഷേ. അദ്ദേഹം ഈ കേസിൽ ഇപ്പോഴും രണ്ട് കേസുകളിലായി പ്രതിയാണല്ലോ, രണ്ട് തരത്തിൽ പ്രതിയാണ്. ആ കേസിൽ അദ്ദേഹത്തെ താങ്കൾ പറഞ്ഞതുപോലെ പ്രോസിക്യൂഷൻ മതിയായ ഒരു എവിഡൻസ് ഹാജരാക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് അദ്ദേഹത്തെ മോചിപ്പിക്കുന്നു എന്ന് മാത്രമല്ലല്ലോ പറയുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഒക്കെയാണത് പറയുന്നത്. അയോട്ട ഓഫ് എവിഡൻസ് എന്നുള്ളത് അതിന് 92 93 പേജിലുണ്ട് എന്നുള്ളതും ശരിയാണ്. അത് നന്നായിരിക്കട്ടെ. അദ്ദേഹം ഈ നന്നായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ശബരിമല തന്ത്രിയെ 41 ദിവസം ജയിലിലിട്ടതിന് ആര് മറുപടി നൽകും? അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ശബരിമല തന്ത്രി ശരിയാണ്, ശബരിമലയിലെ ഫൈനൽ അതോറിറ്റി എന്ന രീതിയിൽ കണക്കാക്കാം. പക്ഷേ ഈ പ്രത്യേക അന്വേഷണ സംഘം കൊണ്ടുവന്ന തെളിവുകളുണ്ടല്ലോ, ആ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്ന കാര്യങ്ങളൊക്കെ. കുറ്റകരമായ മൗനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് മൗനാനുവാദം നൽകി. അദ്ദേഹം ശ്രീകോവിൽ നട തുറക്കുന്ന സമയത്തും അവിടെ പൂജകളിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്തും അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നതാണ്. തൻ്റെ കൺമുൻപിൽ ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ അവിടെ ഇല്ല, അവ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള കാര്യം. 98 മുതലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം. പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞതാണ് അത് സ്വർണം പൊതിഞ്ഞവ തന്നെയാണ് എന്ന്. അവിടെ വെച്ച് തന്നെയാണ് അന്ന് അങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യവും. അതായത് സന്നിധാനത്ത് നിന്ന് വേറെ എങ്ങോട്ടും കൊണ്ടുപോകുന്നത് അത് മാനുവൽ അനുസരിച്ച് തെറ്റാണ് എന്നുള്ള കാര്യം തന്ത്രിക്കറിയാം. 98 സന്നിധാനത്ത് വെച്ച് തന്നെയാണ് അങ്ങനെ സ്വർണം പൊതിഞ്ഞത് എന്നുള്ള കാര്യവും അറിയാം. അപ്പോൾ 2019 ജൂണിൽ ഇങ്ങനെ കാര്യം തൻ്റെ കൺമുന്നിൽ നടന്നിട്ടും അദ്ദേഹം അത് ഗൗനിച്ചില്ല, ബോർഡിനെ അറിയിച്ചില്ല, ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചില്ല എന്നുള്ളതായിരുന്നുവല്ലോ. അതിന് നിയമത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അതൊരു കുറ്റമായിട്ട് കാണുന്നില്ല കോടതി. അതെ, അത് പറയുന്നുണ്ടല്ലോ. ആ സ്ലൈറ്റ്ലി ആർഗ്യൂഡ് ബൈ ദ പെറ്റീഷണർ. The petitioner cannot sit in judgment over the formal decision of the Trivandrum ദേവസ്വം ബോർഡ് ഓഫ് 5/7/2019 and 20/3/2019. ഇത് പറയുന്നുണ്ടല്ലോ. അത് 92 പേജിലാണ് അത് പറയുന്നത്. അത് ഉണ്ടല്ലോ മഞ്ജുഷേ. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തണം അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കുറ്റക്കാരനാക്കണമെന്നോ അദ്ദേഹം അകത്ത് കിടക്കണമെന്നോ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ നമ്മൾ സ്വാഭാവികമായും കേസുകൾ വരുമ്പോൾ അതിന്റെ നമ്മളുടെ ലഭിക്കുന്ന മെറിറ്റിനനുസരിച്ച് വിമർശിക്കും, യോജിക്കും, വിയോജിക്കും. അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകും. ഞാനും താങ്കളും ഒക്കെ അതാണല്ലോ ചെയ്യുന്നത് ഇത്തരം ചർച്ചകളിൽ. അത് ചെയ്തിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് തന്ത്രിയെ ബോധപൂർവം കരുവാക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ ഇപ്പോൾ ഉന്നയിച്ച ആരോപണത്തിനോട് ഏതായാലും SIT ആണ് ഇത് ചെയ്യുന്നത്, അത് സംസ്ഥാന സർക്കാരാണ് ഇത് പ്രഷർ ചെയ്തിരിക്കുന്നതെന്ന് ആണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതിന് ആധാരമായ എന്തെങ്കിലും തെളിവുകളുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഹാജരാക്കട്ടെ. ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു ഏതോ IPS ഓഫീസർ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട്, ഞാനത് വെളിപ്പെടുത്തും. ഒരു വെളിപ്പെടുത്തലും ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് ഹൈക്കോടതി പറയാത്തത്? ഞാൻ അടക്കം ചർച്ചകൾ ചോദിച്ചിട്ടാണ്. നമുക്ക് ചർച്ചകൾ ചോദിക്കാനല്ലേ കഴിയൂ. ശ്രീ നിജേഷ്, പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇത് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലാണ് ഉണ്ടായത്. അത് CPMന്റെ ചില പ്രമുഖർക്ക് നേരെ അന്വേഷണം നീണ്ടപ്പോൾ, അദ്ദേഹം ഉദ്ദേശിക്കുന്ന കടകംപള്ളിക്ക് നേരെ അന്വേഷണം നീണ്ടപ്പോൾ ആ സമയം തന്ത്രിയെ കരുവാക്കി എന്നുള്ളതാണല്ലോ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു പ്രതിപക്ഷ നേതാവ്? നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ അത് തെളിവായിട്ട് അദ്ദേഹം നൽകിയിട്ടില്ല എന്നിപ്പോൾ ശ്രീ എം ജയചന്ദ്രൻ ഇവിടെ പറയുകയാണ്. ശ്രീ നിജേഷ്. മഞ്ജുഷ, അതിലെന്താ സംശയമുള്ളത്? ഇപ്പൊ കേരളത്തിലെ സ്വർണ്ണക്കൊള്ള ഒരു വലിയ ചർച്ചയിലേക്ക് വന്ന സമയം, ശബരിമലയ്ക്കകത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് വളരെ പ്രയാസത്തോടുകൂടി കേരളത്തിലെ ജനത പ്രയാസത്തോടുകൂടി സ്വീകരിച്ച സമയം, ആ സമയത്ത് വരിവരിയായി നിരന്തരയായി CPMന്റെ നേതാക്കന്മാർ ജയിലിലേക്ക് പോയി. ഇപ്പൊ CPMന്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ചും ദേവസ്വം ബോർഡിലെ ഓരോ ഭാരവാഹികൾ, ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ, ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലറയ്ക്കുള്ളിൽ കിടന്നു.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.